ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. എന്താ കാരണം എന്നല്ല, നമ്മുടെ അനിയത്തിക്കുട്ടിക്ക്, അതായത് ഇവളുടെ അനിയത്തിയാണ്. ഇവളുടെ അനിയത്തി എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിയാണല്ലോ. അപ്പം നമ്മുടെ അനിയത്തിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരിക്കുകയാണ് നഴ്സിങ്ങിൽ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ഗിഫ്റ്റ് കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് എന്താ കൊടുക്കാൻ. അങ്ങനെ ആലോചിച്ചതിന് ശേഷം നമുക്ക് കിട്ടി ഒരു ലാപ്ടോപ്പ് കൊടുക്കാം. അപ്പോൾ ഇത് അവൾക്ക് പഠിത്തത്തിനൊക്കെ വളരെ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവള് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ നമ്മളിത് നേരിട്ട് കൊടുക്കാൻ പാടില്ല. ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു പ്രാങ്ക് എന്നുള്ള രീതിയിൽ ചെറിയൊരു ഗിഫ്റ്റ് ആദ്യം നമുക്ക് കൊടുക്കാം. അതായത് ചെറിയൊരു ടൈം പീസോ അല്ലെങ്കിൽ ചെറിയൊരു കൊതുകിൻ്റെ ബാറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഉള്ള അവളുടെ ഒരു റിയാക്ഷൻ, അതുപോലെ തന്നെ അതിന് ശേഷം ഇത് കൊടുക്കുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ചെറിയൊരു ഗിഫ്റ്റ് ആദ്യം പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് കൊടുക്കാം. ഇത് കൊടുത്തിട്ട് അവളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഗൈസ്. ആദ്യം ഇത് കൊടുത്തു. ഓക്കെ, താങ്ക് യു. നീ ഇവിടെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡിസ്റ്റിങ്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്. ഓക്കെ, യെസ്. എനിക്ക് തരണ്ടേ അപ്പോ? അല്ല, ഇവർക്ക് നിങ്ങൾ ഒട്ടിക്കില്ലാലോ, മറന്നതല്ല. ഓക്കെ, നെച്ചു ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഒരു പഠിച്ച് ഡിസ്റ്റിങ്ഷൻ നേടാനുള്ള ഒരു കാരണം എന്താണ്? നിനക്ക് വേണമെങ്കിൽ ഉഴപ്പിട്ട് പഠിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ഈ ഒരു ഏത് വളരെ നല്ല ഉത്തരം. കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് കഷ്ടം പഠിച്ചേ പറ്റുമെന്നുള്ളൊരു ഇത്. അതെ, കാരണം ഉഴപ്പിയിട്ടും പഠിക്കാം. മനസ്സിലായോ? വളരെ ആത്മാർത്ഥമായിട്ട് അതിനൊരുപാട്, അത് വളരെ നല്ലൊരു ഉത്തരമാണ്. അപ്പോൾ നമ്മളൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് എന്തായാലും എടുത്തിട്ടോ. ഓക്കെ, പോലെ അല്ല, നമുക്ക് ലാസ്റ്റ് ഇതാക്കാം. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് വിജയങ്ങൾ നേടട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് 100% നമ്മുടെ കൊള്ള വരും. അല്ലേ? അതിപ്പോൾ മനസ്സിലായില്ലേ? അതെ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. കാരണം നമ്മളിവിടെ വന്ന സമയങ്ങളിൽ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ പഠിപ്പിനെ ബാധിക്കുന്ന ഒരു സംഭവം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് പഠിക്കാൻ പറ്റാത്തതായിട്ട് കാണുന്നത് ഇവിടുത്തെ മോസ്കിറ്റോ ശല്യമാണ്. നമുക്ക് പഠിപ്പുമായിട്ട് കാരണം പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവൾക്ക് മെയിനായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു കാര്യമാണുള്ളത്. നെച്ചു അല്ല, നമ്മളത് തന്നത്, നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അതിന് അനുയോജ്യമായ സാധനം കൊടുക്കണം. അല്ല, ആവശ്യം കൊടുക്കാൻ. എങ്ങനെയുണ്ട്? പൊട്ടിച്ച് നോക്കിയാ നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ല അത്. ഇതിനെപ്പറ്റി 2 വാക്കും പറയണം, എന്നാൽ മാത്രമേ അത് നിനക്ക് കിട്ടുള്ളൂ. പിന്നെ അത് ബാറ്റിന്റെ രൂപത്തിലുള്ള ഒരു കിടിലൻ സമ്മാനാണ്. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരു വാക്ക് പറയൂ. നമ്മുടെ ഈ ഒരു ഗിഫ്റ്റിനെ പറ്റിയിട്ട് ഒരു വാക്ക്, ചെറിയൊരു വാക്ക്. വളരെ സന്തോഷം, വേറൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. അതെ അതെ, കൊതുകിനെ ഈ കൈ കൊണ്ട് കൊതുകിനെ അടിച്ച് പഠിക്കാം. സീരിയസ്ലി എന്റെ പഠിപ്പിന് ഏറ്റവും നമ്മൾ കുറെ ആലോചിച്ചേക്ക്, ലാമ്പ് ആണോ ടൈം പീസ് ആണോ, പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് കൂടുതൽ ഇവിടെ പൊത്തരുത് ഫേസ് എല്ലാവരും കാണട്ടെ.
അപ്പോൾ അല്ലേ അപ്പൊ നമുക്ക് തോന്നിയത് ഇതാണ്. ഓക്കെ, മുടോട്ടൊന്നും ഇല്ലല്ലോ. സന്തോഷം. എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ഹാപ്പി ആയിട്ട് വാങ്ങിക്കുന്ന ഈ ഒരു മനസ്സ് എന്നും ഉണ്ടാകും. ഓക്കെ, അപ്പൊ എല്ലാരും പിരിഞ്ഞ് അല്ല ഒരു ചെറിയ സമ്മാനം കൊണ്ടുതരാം. 2 സമ്മാനമാണ് നമ്മളൊരു ഇത് ഞാൻ ഇന്നലെ ചിന്തിച്ചല്ലോ. അല്ല, നമ്മൾ വന്നപ്പോഴും നെറ്റ് പഠിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് നമ്മൾ പിന്നെ നമുക്ക് ഈ കൊതുക് തിരിയെല്ലാം കത്തിച്ചാൽ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ ഇതാകുമ്പോൾ ടപ്പ പൊട്ടിക്ക വിത്ത് വാറണ്ടി. അടുത്തത് അതും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. നെച്ചു ഇവിടെ വെച്ച് പൊട്ടിച്ചിട്ട് എല്ലാവരും കാണുന്ന രീതിയിലൊന്ന് കാണിക്കുക. നല്ല കനമുണ്ട്. കനത്തിലുള്ള എന്തോ ഗിഫ്റ്റാ. അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാകുമ്പോ ഒന്ന് കനം കിടക്കട്ടെ. ചിലപ്പോ ലിസ്റ്റിക്ക് ആവാം, ഓടാവാം. ഏത് നമ്മൾ നിങ്ങൾ ചിന്തിക്കുമ്പോ ഇല്ലേ നമ്മൾ അവിടെ കാണും. അങ്ങനെ ആയിരിക്കണം. അതാണ് മരുമക്കള്. ബ്രാൻഡഡ് എന്തായിരിക്കും അത്? ബ്രാൻഡഡ് എന്താവാ അത് പറയും. നമുക്ക് ആദ്യം ക്ലൂ കൊടുക്കാം. എന്താവാ ഇത്? ഡ്രസ്സാണോ? എന്താവാ? ഒരേ ഐഡിയ ഇല്ല. ഗസ് അടിക്കടോ. ഇലക്ട്രോണിക്സ് ആണോ? നോക്കട്ടെ. സോസ് എലിച്ച് പറിച്ചോ, അതിന് ആവശ്യമില്ല. നോക്കട്ടെ. ഇന്നസെറ്റൊന്നുമല്ല. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാപ്പി ഡബിൾ ഹാപ്പി. ഡബിൾ ഹാപ്പി. താങ്ക് യു. ഓക്കെ, മോസ്റ്റ് വെൽക്കം. ലാപ്ടോപ്പ് ഇതുപോലെ ഇനി ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ. ബാക്കിയുള്ള വിജയം വരുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും കൂടെ. ഇതൊക്കെ ചെറുത് ശരിക്കും അതാണ് സത്യം. പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ ഒരാളെ. അതെ, ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാരും കാണിച്ച് കഴിക്കും. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.